വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി മോശയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ഒരു സാധാരണ എബ്രായ കുടുംബത്തിൽ ജനിച്ച മോശെ എങ്ങനെ ഈജിപ്തിലെ ഫറവോൻ്റെ രാജകൊട്ടാരത്തിൽ വളർന്നു എന്നതിനെക്കുറിച്ചും പിന്നീട് തൻ്റെ സകല സൗഭാഗ്യങ്ങളും വിട്ടെറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശീലനത്തിനായി മിദ്യാനിലെ മരുഭൂമിയിൽ ഒരു ആട്ടിടയനായി എങ്ങനെ നടന്നു എന്നതും നാം കാണുകയുണ്ടായി. മോശയുടെ ആദ്യ 40 വർഷം മിസ്രൈമിലെ ഫറവോൻ്റെ രാജകൊട്ടാരത്തിലായിരുന്നു. അതിനുശേഷം പിന്നീടുള്ള 40 വർഷം മിദ്യാനിലെ മരുഭൂമിയിൽ ഒരു ആട്ടിടയനായിട്ടാണ് താൻ ജീവിച്ചത്. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനതയെ വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി മോശയെ ഒരു നേതാവാക്കി തീർക്കുന്ന ഒരു പരിശീലന പരിപാടിയിലായിരുന്നു ദൈവം മോശയെ മരുഭൂമിയിലൂടെ നയിച്ചത്. അങ്ങനെ മോശ 80 വയസ്സ് തികഞ്ഞവനായി തൻ്റെ മരുഭൂമിയിലെ പരിശീലന പരിപാടിയൊക്കെ പൂർത്തീകരിച്ച് ദൈവനിർദ്ദേശപ്രകാരം എപ്രകാരം ഒരു നേതാവായി ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ഫറവോൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം. കൂട്ടുകാരെല്ലാവരും ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വേദഭാഗം വായിക്കുവാനായിട്ട് പ്രത്യേകം ഉത്സാഹിപ്പിക്കുന്നു. ആരാണ് ഒരു നേതാവ് എന്നൊരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ഉത്തരങ്ങളുണ്ടാകും, അല്ലേ? നമ്മുടെ മനസ്സിലേക്ക് പല നേതാക്കളുടെയും ചിത്രം കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നിയമിക്കുന്ന ഒരു നേതാവ് എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ മോശയുടെ ജീവിതത്തിൽ നിന്ന് കാണാവുന്നതാണ്. എല്ലാവിധ പരിശീലനവും നൽകി പറയേണ്ട വാക്കുകളടക്കം നിർദ്ദേശിച്ചിട്ടാണ് യഹോവ മോശയെ ഫറവോൻ്റെ അടുക്കൽ പറഞ്ഞു വിടുന്നത്. അതുമാത്രമല്ല, എപ്രകാരമായിരിക്കും ഫറവോനും മിസ്രൈമ്യരും ഇതിനോട് പ്രതികരിക്കുക എന്നടക്കം മോശയോട് മുന്നമേ തന്നെ അറിയിച്ചിട്ടാണ് യഹോവ മോശയെ പറഞ്ഞു വിടുന്നത്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലർ നമ്മോട് പ്രതികരിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാതെ നാം വിഷമിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ അതിനുള്ള സാധ്യത പോലും നൽകാതെ ദൈവം മോശയെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശെ ഫറവോനോട് എങ്ങനെ എന്ത് വാക്കുകൾ സംസാരിക്കണം എന്നത് വളരെ വ്യക്തമായി 7-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യഹോവ അരുളി ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂട്ടുകാരത് പ്രത്യേകം വായിച്ചു നോക്കണം കേട്ടോ. യഹോവ മോശയോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, അഹറോൻ നിനക്ക് പ്രവാചകനായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഫറവോൻ്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനായിട്ട് യഹോവ അരുളി ചെയ്യുന്നു എന്ന് നീ പറയണം. എന്നാൽ യഹോവ മോശയോട് അത്രയും മാത്രം പറഞ്ഞല്ല അവസാനിപ്പിക്കുന്നത്. 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും എങ്ങനെ ഫറവോനും മിസ്രൈമ്യരും ഇതിനോട് പ്രതികരിക്കും എന്നതും യഹോവ അവിടെ വ്യക്തമാക്കി നൽകുകയാണ്. ഫറവോനും മിസ്രൈമ്യരും പ്രതികരിക്കുന്നതിന് മറുപടിയായി യഹോവ യഥാർത്ഥ ദൈവമാണെന്ന് മനസ്സിലാക്കി കൊടുക്കും എന്ന് ഉള്ള ഉറപ്പ് നൽകിയാണ് ദൈവം മോശയെ ഫറവോൻ്റെ അടുക്കൽ പറഞ്ഞു വിടുന്നത്. ദൈവം സകലവും കരുതിക്കൊണ്ട് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം എന്തിനെങ്കിലും ഭയക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെ നാം ഭയപ്പെടാതെ ഇരിക്കണമെങ്കിൽ മോശയെപ്പോലെ ദൈവാശ്രയമുള്ളവരായി ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്നവരായിട്ട് ഇരിക്കണം. ദൈവവചനം നമ്മോട് പറയുന്നത് മോശയും അഹ്റോനും ദൈവം തങ്ങളോട് അരുളി ചെയ്തത് അതുപോലെ ചെയ്തു എന്നാണ്. യഹോവ കൽപ്പിച്ച പ്രകാരം മോശയും അഹ്റോനും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനായിട്ട് ഫറവോനോട് അപേക്ഷിച്ചു. എന്നാൽ തങ്ങളെ യഹോവ അയച്ചിരിക്കുന്നു എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ച ഫറവോൻ അതെന്തെങ്കിലും അത്ഭുതം കാണിച്ച് തെളിയിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. ദൈവം മുന്നമേ ഒരുക്കിയിരുന്നത് പോലെ മോശ തൻ്റെ വടിയെടുത്ത് നിലത്തിട്ടു. അതുടനെ പാമ്പായി തീർന്നു. എന്നാൽ ഇതൊക്കെ ഒരു അത്ഭുതമാണോ എന്ന മട്ടിൽ ഫറവോൻ തൻ്റെ മന്ത്രവാദികളോടും ഇതേപോലെ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. മന്ത്രവാദികളും തങ്ങളുടെ വടികളെടുത്ത് നിലത്തിട്ടു.
ഉടനെ തന്നെ അവയും പാമ്പായി തീർന്നു. എന്നാൽ പാമ്പായി തീർന്ന മോശയുടെ വടി പ്രതീക്ഷിക്കാതെ മന്ത്രവാദികളുടെ പാമ്പിനെയെല്ലാം തിന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ അധികാരം ഇതിലൂടെ വ്യക്തമായി എങ്കിലും ഫറവോനും മന്ത്രവാദികളും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി യഹോവയെ അനുസരിക്കാതെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഫറവോൻ ഇപ്രകാരം ദൈവത്തെ എതിർത്ത് നിന്നതിൻ്റെ ശിക്ഷയായിട്ടാണ് പിന്നീട് ദൈവം ബാധകളെ അയക്കുന്നത്. നാം ദൈവത്തെ അനുസരിക്കുകയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ഏറ്റവും കഠിനവും മത്സരബുദ്ധിയും ഉള്ളതായി തീരുന്നു. അതാണിവിടെ ഫറവോൻ്റെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതേസമയം മോശയും അഹ്റോനും ഫറവോനിൽ നിന്നും വളരെ വ്യത്യസ്തരായി യഹോവയെ അനുസരിക്കുന്നവരായും കീഴ്പ്പെട്ടിരിക്കുന്നവരായും അതിലൂടെ അവരുടെ ജീവിതത്തിൽ വരുന്ന നന്മകളും നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. മോശയുടെയും അഹ്റോൻ്റെയും അനുസരണത്തെക്കുറിച്ച് 6, 10, 20 എന്നീ വാക്യങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിട്ട് തീരുന്നു. എന്നാൽ അതേസമയം അനുസരണക്കേട് കാണിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് മറുതലിച്ച് നിന്ന ഫറവോനെയും മിസ്രൈമ്യ ജനത്തെയും ദൈവം 10 ബാധകളെ അയച്ച് ശിക്ഷിക്കുകയുണ്ടായി. അവയിൽ ആദ്യത്തെ 9 എണ്ണം ദൈവം പ്രകൃതിയിലൂടെ നൽകിയ ശിക്ഷകളായിരുന്നു. കൂട്ടുകാർക്ക് ഈ ബാധകൾ ഏതൊക്കെയായിരുന്നു എന്ന് അറിയാമോ? നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? Pharaoh, the Lord God has commanded you to let his people go. The Lord God of trickery again. Out of my way, Moses, or I'll trample you. Behold his power. And Moses did as the Lord commanded. He lifted up his staff in the sight of Pharaoh and struck the waters, and all the river turned to blood. Throughout all the land of Egypt, the waters turned to blood, and the fish died, and the rivers stank, and the Egyptians could not drink. Another clumsy bit of magic? Fine. You've poisoned the water. I don't need to drink water when I have wine. Your heart is hard, Pharaoh, but my God is stronger. The Lord God has instructed me. I will show you that he is the one true God. Pharaoh, cousin, let my people go. This doesn't have to happen. Your people will suffer. Some will die. Enough! Pharaoh is the only God you have to fear, Moses. You'll be the one to die, cousin. And he hit the dust of the earth with his staff, and the dust became lice. Pharaoh's magicians could do nothing. There were lice upon man and beast. Pharaoh hears, but does not listen, Lord. And frogs came up out of the river and spread over the land, and they died in the houses in heaps. Frogs? This is all his God has to torment me with? Frogs? Then there came swarms of flies. The cattle died, and the land stank. Flies are nothing, Moses. Moses does bad tricks. Exactly. Bad tricks and nothing more. Then the people of Egypt were stricken with sores. Only the children of Israel were spared. This is the finger of God. We've called for Moses. He's here, right now. Perhaps Pharaoh could get him to ask his God to leave us alone. I am God. Never forget that. Yes, Pharaoh. We're sorry, Pharaoh.
These are worse than the lice and the flies! They speak wisely, Pharaoh. All of this will cease only when you do as the Lord God commands. Let my people go. Release them from their bondage. Leave this place or die. But Pharaoh would not listen. So Moses stretched his hand towards heaven, and the Lord rained hail upon the land. Fire ran along the ground. Then locusts came to destroy the crops. Then a darkness came from God. For 3 days the earth was covered by darkness. There was only light in Goshen, and the green things slowly died. Please, Pharaoh, send for Moses. His God is destroying your kingdom. The crops die. The cattle die. Please send for him, O great Pharaoh. Bring me Moses. Take this death from my kingdom! Ramses, how long will you wait before you see that this is all God's will? Don't hurt your people anymore. God commands you to let his people go. You've seen what the Lord God can do. Don't think that you are greater than God. Who is this God of yours, Moses? The Lord God of Abraham and of Isaac and of Jacob. His name! His name! Jehovah. I know no such name. I know no such God. If you don't want to see your people slain. ഈ ബാധകളിലൂടെയെല്ലാം മോശയും അഹ്റോനും ചെയ്ത അത്ഭുതങ്ങളുടെ പിന്നിൽ യഹോവയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഫറവോനും മിസ്രൈമ്യരും മനസ്സിലാക്കി. എന്നാൽ ഓരോ തവണയും അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ മനസ്സില്ലാതെ യഹോവയോട് മറുതലിച്ച് കൊണ്ടിരുന്നു. അതിൻ്റെ പരിണിത ഫലമോ വലിയ നാശമാണ് അവർക്ക് സംഭവിച്ചത്. ഇന്നത്തെ നമ്മുടെ താക്കോൽ വാക്യം സദൃശ്യവാക്യങ്ങൾ 29 അധ്യായം 1 വാക്യമാണ്. എന്താണ് അവിടെ പറയുന്നത്? കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? മിസ്രൈമ്യ ജനവും ഫറവോനും ഇതേ രീതിയിൽ ശാഠ്യം കാണിച്ച് ശാസന കേൾക്കാതെ ദൈവത്തോട് മറുത്ത് നിന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നാശം ഭവിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും നാം ഇപ്രകാരം ദൈവത്തോട് മറുതലിച്ച് സ്വന്തം വഴിയിൽ പോകുവാനായിട്ട് ഒരിക്കലും തുനിയരുത്. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ അവസാനം വലിയ നാശമായിരിക്കും. ദൈവത്തെ മറുത്ത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു നന്മയും വരാനില്ല. ഈ ലോകം ഒരു പക്ഷേ നമ്മെ അതിനായിട്ട് പ്രേരിപ്പിച്ചേക്കാം. ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ കാണിച്ച് നമ്മെ അതിനായിട്ട് സ്വാധീനിച്ചേക്കാം. എന്നാൽ മിസ്രൈമിലെ നിക്ഷേപങ്ങളെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ അനുസരിച്ച മോശയെ പോലെ ദൈവാശ്രയമുള്ളവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, നല്ല ശിഷ്യരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ അധ്യായത്തിൽ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങൾ എഴുതുവാനായിട്ടുള്ള അവസരവും നമുക്കെല്ലാവർക്കും ഉണ്ട്. കൂട്ടുകാർ ഓരോരുത്തരും ഈ വേദഭാഗം വായിക്കുകയും പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.